എത്ര മാറിയാലും ചില സിനിമകളും അതിലെ കഥാപാത്രങ്ങളും നമ്മുടെ മനസ്സിൽ തന്നെ നിൽക്കുമല്ലോ. അങ്ങനെ മലയാളി മനസ്സുകളുടെ ഇടം നേടിയ ഒരു ചിത്രമാണ് കിരീടം. സേതുമാധവന്റെയും അച്ഛന്റെയും സ്നേഹവും വേദനയും പറഞ്ഞ ഈ ചിത്രം 37 വർഷങ്ങൾക്ക് ശേഷം ഇതാ വീണ്ടും തിയേറ്ററുകളിലെത്തി. പുതിയ തലമുറ ഈ സിനിമയെ എങ്ങനെ നോക്കിക്കാണുന്നു എന്ന് നമുക്ക് പ്രേക്ഷകരോട് തന്നെ ചോദിച്ചു നോക്കാം. പടം എങ്ങനെ നല്ല ക്വാളിറ്റി കാര്യങ്ങളൊക്കെ ഉണ്ട്. സൗണ്ടും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നന്നായിട്ട് തന്നെ ഉണ്ടായിരുന്നു. ക്ലാരിറ്റി വൈസ് അത്യാവശ്യം 37 വർഷത്തിന് ശേഷമാണ് പടം വരുന്നത്. അതിൻ്റെ ഒരു ക്ലാരിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എടുത്തു. പിന്നെ കഥയിലും കാര്യമില്ലല്ലോ, അത്യാവശ്യം നന്നായിട്ട് പഴയ പോലെ. കാരണം ഒരുപാട് ലെജൻഡറി ആയിട്ടുള്ള ആക്ടേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ വിട്ടുപിരിഞ്ഞവൾ അവരെയൊക്കെ നമുക്ക് വീണ്ടും സ്ക്രീനിൽ കാണാൻ സാധിച്ചു. അതൊക്കെ വലിയ സന്തോഷമുള്ള കാര്യമാണ്. ഇത്രയും വർഷത്തിന് ശേഷം നമുക്ക് കാണാൻ പറ്റി ഒരു ഐക്കോണിക് സിനിമയിൽ. അപ്പോൾ അത് ഭയങ്കര സന്തോഷം കണ്ടില്ല. എക്സ്പീരിയൻസ് നന്നായിരുന്നു. പിന്നെ എടുത്തു പറയേണ്ടത് ഒരു ഇമോഷണൽ ഡ്രാമ അങ്ങനത്തെ പടമല്ലേ. ഇപ്പോൾ ചോട്ട മുംബൈ പോലെ അങ്ങനെ ആഘോഷിക്കേണ്ട പടമൊന്നുമില്ല, ഇമോഷണൽ കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയൊരു ഇല്ല, ജസ്റ്റ് ഇരുന്ന് കാണുക. പിന്നെ ഇത്രയൊരു വലിയൊരു പടം കണ്ടതിൽ എനിക്ക് സന്തോഷം. പോസിറ്റീവ് റോള്, അതുപോലെ തന്നെ ചെങ്കോലിൽ നെഗറ്റീവ് റോളും ചെയ്തിരിക്കണം. അത് തിലകൻ സാറിനെ കൊണ്ടേ പറ്റുള്ളൂ. പിന്നെ പഴയ ലാലേട്ടനെ കാണാൻ പറ്റിയത് തന്നെ ഒരു വലിയൊരു ഭാഗ്യമാണ്. അതുപോലെ തന്നെ ഒരുപാട് മരണപ്പെട്ടു പോയ നടന്മാർ, ശങ്കരാടിയായിരുന്നാലും ശരി തന്നെയാണ്, നമ്മുടെ വയ്യാറങ്ങുന്ന ജഗദീശേട്ടനായിരുന്നാലും ശരി, എല്ലാവരും ഒന്നിനൊന്നിനും മികവായിരുന്നു. കബീർ പൊന്നമ്മ എല്ലാവരും അടിപൊളിയായിരുന്നു. പിന്നെ അല്ലാതെ കീരികാടൻ ജോസ് എന്ന് പറയുമ്പോൾ തന്നെ ഞെട്ടൂല. പഴയ ആ ഒരു മ്യൂസിക് ടെൻഡൻസ് ഒക്കെ തന്നെ വേറെ ലെവലാണ്. എന്തായാലും ഒന്നും പറയാനില്ല. എന്താ ഓർക്കൊക്കെ അടിപൊളിയായിരുന്നു. അത് ഓഡിയോ ഒന്നിൽ തന്നെ കാണാൻ പറ്റിയത് കേരളത്തിലെ ഏറ്റവും വലിയൊരു തിയേറ്റർ എന്ന് പറഞ്ഞാൽ ഹാരിസ് ബർത്താണ്. അതിൽ കാണാൻ പറ്റിയത് തന്നെ ഒരു വലിയ മഹാഭാഗ്യമാണ്. പിന്നെ ചെങ്കോലിൽ നെഗറ്റീവ് റോള് തിലകൻ ചെയ്തു, കിരീടത്തിൽ ഒരു പോസിറ്റീവ് റോള് ചെയ്തു. അതിൽ തന്നെ ആ തിലകൻ്റെ ഗോഡ് ഫാദർ ചെയ്ത ഒരു വല്ലാത്തൊരു വേറെ ലെവലാണ്. നല്ല ഭയങ്കരമായിട്ട് ആഗ്രഹമാണ്. കാര്യം കിരീടം ഇത് കണ്ടതിൽ ലാസ്റ്റ് ക്ലൈമാക്സ് കരഞ്ഞിട്ടാണ് പറഞ്ഞത്. സത്യം കൊള്ളാം. പഴയതിനെക്കാട്ടി സെറ്റ്. ബാക്കി ചെങ്കോല് കാണാൻ നേരത്തെ നമുക്ക് ചെങ്കോല് ഇറങ്ങണം. ഇറങ്ങും. സൂപ്പർ പടം, അടിപൊളി പടം. എൻ്റെ 13 വയസ്സിൽ എൻ്റെ ഈ പടം ഞാൻ കണ്ടായിരുന്നു. എൻ്റെ മോന് 13 വയസ്സായി, അവൻ ഈ പടം ഒന്ന് കണ്ട്. സൂപ്പർ പടം, അടിപൊളി പടം. ഇത്രയും അവിടെ കരഞ്ഞു ആണല്ലേ, ഭയങ്കര ഇമോഷണൽ ആയല്ലേ, ഭയങ്കര കരച്ചില്ലേ ആൾക്കാർ. ഭയങ്കര പടം കണ്ടില്ലേ, നഷ്ടമായി പോയി. സിനിമ എങ്ങനെ ഉണ്ടായിരുന്നു? 10ാം ക്ലാസ് പഠിക്കുമ്പോൾ കണ്ടതാണല്ലേ. ഇപ്പൊ തിയേറ്ററിൽ കണ്ടപ്പോൾ വീണ്ടും ആ ഒരു സന്തോഷം തോന്നിയിട്ടുണ്ട്. ചെങ്കോല് ഇതുപോലെ റീ റിലീസ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടോ? ഇറങ്ങിയാൽ കാണും, തീർച്ചയായിട്ടും കാണും. സൂപ്പറായിരുന്നു. എങ്ങനെയുണ്ടായിരുന്നു? ഇപ്പം ടി.വിയിൽ കാണുന്ന പോലെയല്ല തിയേറ്ററിൽ കാണുന്നത്. 4K എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? കൊള്ളായിരുന്നു, കുഴപ്പമില്ലായിരുന്നു, രസമുണ്ടായിരുന്നു. ഇമോഷണലി കണക്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു? ലാസ്റ്റ് ഒക്കെ ആയപ്പോൾ കരഞ്ഞില്ല, വിഷമായി. ചെറുതായിട്ട്. ഏറ്റവും വലിയ ഫാക്ടർ ഞാൻ ലൈഫിൽ ആദ്യമാണ് ഈ പടം ഫുള്ളും കാണുന്നത്. ഞാൻ ക്ലൈമാക്സ് മാത്രമേ കണ്ടുള്ളൂ. എന്തോ 18 വയസ്സായി. ആദ്യമായിട്ട് തിയേറ്ററിൽ കണ്ടപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് ഭയങ്കര എക്സ്പീരിയൻസ്. സീരിയസ്ലി ലാസ്റ്റ് ക്ലൈമാക്സ് കണ്ടിട്ടുണ്ട്, ക്ലൈമാക്സ് മാത്രം കണ്ടിട്ടുള്ളായിരുന്നു. സത്യമായി ഞാൻ ചെങ്കോൽ ഫുള്ളും കണ്ടിട്ടുണ്ട്, കിരീടം കണ്ടിട്ടില്ല. സന്തോഷമായി. ഞാൻ ഈ പുള്ളി നോക്കിയപ്പോഴാണ് ഞാൻ ഇരുന്ന് കരയുന്നു. കാരണം പുള്ളി പറഞ്ഞ ഡയലോഗുണ്ട്, പുള്ളി ഫ്രണ്ടിലും എൻ്റെ ചുറ്റുള്ള ആരുമില്ലല്ലോ. ഞാൻ ഒരു ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ട്, നോക്കി ഇരുന്ന് കരയാനുള്ളത്. കാരണം പുള്ളി ചുവപ്പ് കളർ, ബാക്കിയെല്ലാം കാക്കി കളർ. ഒരു ഇതായി പോകും. എല്ലാ പോലീസുകാരും ഇതില്ലേ, പുള്ളിയല്ലേ പറഞ്ഞില്ല പുള്ളി ഒരു സിനിമ കാണുമല്ലോ. ഇരുന്ന് സത്യം പറഞ്ഞാൽ ഈ സിനിമ നല്ല ഇഷ്ടപ്പെടുന്ന മോഹൻലാൽ കരഞ്ഞു. ഞാൻ ഇരുന്ന് കരഞ്ഞു. കാരണം ഫസ്റ്റ് ടൈം കാണണമെന്നല്ല, എല്ലാവരും അറിയാവുന്നവരല്ലേ. ചെങ്കോൽ റിലീസ് ചെയ്താലും എനിക്ക് അറിഞ്ഞൂടി ഇതേപോലെ അക്സെപ്റ്റ് ചെയ്യുമല്ലെന്നൊരു പിടിയില്ല. പക്ഷേ ചെങ്കോൽ പക്ഷെ പലരും പറഞ്ഞു ട്രോമയാണെന്ന്, ഇതുവരെ പറഞ്ഞു കാണല്ലേ. പക്ഷെ എനിക്ക് അതാണ് ആദ്യം കണ്ടത്. ഇനി ഒന്നുകൂടെ കാണണം. എന്താണെന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടം. ഭയങ്കര ഇഷ്ടം. മോഹൻലാൽ നമ്മൾ ഇതിപ്പോൾ 2026 ഇത് 85 ആ ഒരു സമയത്താണ്. അപ്പം എഴുതിയ സംഭവങ്ങളൊന്നുമില്ല. അവൻ പറഞ്ഞാൽ പുള്ളിയുടെ സ്റ്റാർട്ടിങ് സ്റ്റേജാണ്. അതായത് പുതുമ നടൻ പുള്ളി അന്ധകാലത്ത് കയറി പടമാണ്. ഏറ്റവും വലിയ കോമഡി പുള്ളിക്ക് 2 മുഖ്യ കൊടുത്ത ഡയറക്ടറിൻ്റെ പടമാണ്. അതാണ് ഏറ്റവും ഫാക്ട്. CBM ലൈൻ ബ്ലോക്ക് ബസ്റ്റർ അന്ധകാലം. അതെ, നല്ല എല്ലാവരും പോയി കാണണം. ജനിച്ച കാലം പോലെ കണ്ട സാധനം കുറച്ചും കൂടെ വലുതായിട്ട് ആദ്യം ഇത്രയും വലിയ ബിഗ് സ്ക്രീനിൽ കാണാൻ പറ്റി. ഏറ്റവും വലിയ ഒരു ഭാഗ്യമായിട്ട് തന്നെ കാണും. ഇമോഷണലി കണക്ട് ആയല്ലോ ഒരുപാട്. പിന്നെ
കുറച്ച് സീൻസ് മാത്രമേ കട്ടായിട്ടുള്ളൂ. മീൻസ് വളരെ കുറച്ച് നമ്മളെ ദേവദൂതലൊക്കെ ചെയ്ത പോലെ. പക്ഷേ ഇപ്പോഴും ആ സോള് കീപ്പ് ചെയ്തവരെ നന്നായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അതിൻ്റെ എന്താണ് ലാലേട്ടൻ, എന്തിനാണ് ഈ മനുഷ്യൻ ഇത്രയ്ക്ക് ആരാധിക്കുന്നത്, ഈ ഒരു കൾട്ട് ഫോളോയിങ് ആ മനുഷ്യന് കിട്ടേണ്ട എക്സാക്ട് റീസൺ കാണണമെങ്കിൽ ഇങ്ങനെയുള്ള പഴയ പടങ്ങൾ തന്നെ തിരിച്ചു വരണം. ഭയങ്കര എന്ന് പറഞ്ഞാൽ എക്സാക്ട് ക്ലീൻ വർക്കാണ്. അതിൻ്റെ 4K റെസൊല്യൂഷനിലോട്ട് മാറ്റിയപ്പോഴെന്തായാലും മിക്സിങ് ആയിരുന്നാലും എല്ലാം കിലുക്കം മിന്നാരം പഴയ എല്ലാ സാധനങ്ങളും തിരിച്ചു വരട്ടെ. മെയിനായിട്ട് ശ്രീകൃഷ്ണ പരുന്ന് തിരിച്ചു വരട്ടെ. ഇപ്പം ഇറങ്ങിയ എല്ലാ ഹൊറർ പടങ്ങളുടെയൊക്കെ തലോട്ടപ്പനാണ്. അത് വരണം, അതിനാ വെയിറ്റിങ്. താങ്ക് യു. തിയേറ്ററിൽ ആദ്യമായിട്ടായിരിക്കുമല്ലോ കാണുന്നത്? ആദ്യമായിട്ടാണല്ലോ. ലാലേട്ടൻ്റെ ആ സമയത്ത് 26 വയസ്സാണല്ലോ. നമ്മളൊന്നും ഇല്ല. അപ്പം എങ്ങനെയുണ്ട്? എങ്ങനത്തെ എക്സ്പീരിയൻസ് ആണ്? സൂപ്പറായിരുന്നു, അടിപൊളിയായിരുന്നു. ഇമോഷണലി കണക്ട് ചെയ്യാൻ പറ്റിയോ? എല്ലാവരും കണക്ട് ചെയ്തു. 2.5 മണിക്കൂറുണ്ട് കറക്റ്റായിട്ട് പടം. പക്ഷെ അത് എല്ലാം കൊണ്ട് ഉൾക്കൊണ്ട് ഒരു ലാഘമില്ലൊന്നുമില്ല. എല്ലാം പറഞ്ഞ പോയിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു ജീവിതമാണ്. നമ്മളെ ജീവിതം തന്നെ, നമ്മളെ ആഗ്രഹങ്ങളൊന്നും സാധിക്കാത്തൊരു ജീവിതം. പ്രത്യേകിച്ച് നമ്മളെപ്പോലുള്ള കുറേ പയ്യന്മാരുണ്ടല്ലോ. എൻ്റെ ജീവിതമായാലും കുറേയൊക്കെ ഇതിലുണ്ട്, എല്ലാവരുടെ ജീവിതമുണ്ട്. ഇതിൽ ഒരു 100 മനുഷ്യരെടുക്കുകയാണെങ്കിൽ 50 പേരുടെ ലൈഫ്, സാധാരണക്കാരുടെ ലൈഫ് ഇങ്ങനെയാണ്.